പ്രിയപ്പെട്ട രേവതി നക്ഷത്രക്കാരെ, 2025 വർഷം നിങ്ങൾക്ക് എപ്രകാരമായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ഒരു പൊതുഫലമാണ് ഞാനിവിടെ പറയുന്നത്. 2025 വർഷം രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷാ നിർഭരമായ ഒരു കാലഘട്ടമായി തന്നെ കണക്കാക്കാവുന്നതാണ്. പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്കും തൊഴിലിൽ സ്ഥാനക്കയറ്റം മുതലായവ ആഗ്രഹിക്കുന്നവർക്കും ഈ വർഷം അനുകൂലമായ അവസരങ്ങൾ ഉണ്ടായി വരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതിയും ഉപരിപഠനത്തിനുള്ള അവസരവും ലഭ്യമാകുന്നതാണ്. വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന ദീർഘദൂര യാത്രകൾ നടത്തുന്നതിനും പല പുണ്യക്ഷേത്രങ്ങളും പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുന്നതിനുമുള്ള അവസരം ഉണ്ടാകുന്നതാണ്. സർക്കാർ മേഖലയിൽ പോലീസ്, പട്ടാളം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിനും സ്ഥലം മാറ്റത്തിനുമുള്ള അവസരമുണ്ടായി വരുന്നതാണ്. കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങൾക്കുള്ള സാധ്യത കാണുന്നു. ദീർഘകാലമായി വിവാഹത്തിനായി ശ്രമിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിനുള്ള അവസരമുണ്ടായി വരുന്നതാണ്. കുടുംബജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നതാണ്. നിങ്ങൾ ഒറ്റയ്ക്കെടുക്കുന്ന ചില തീരുമാനങ്ങൾ കുടുംബാംഗങ്ങളുടെ അപ്രീതിക്ക് കാരണമായേക്കാം. ഭക്ഷണ വൈകല്യവും വ്യായാമക്കുറവും മൂലം ഉദരവ്യാധിയും ശാരീരിക അസ്വസ്ഥതകളും ഉണ്ടായി വന്നേക്കാം. വിദേശത്ത് തൊഴിലിനായോ വിദ്യാഭ്യാസത്തിനായോ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമാണ്. വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിലിൽ നേരിയ തടസ്സങ്ങൾക്കും ഉന്നത ഉദ്യോഗസ്ഥർ മുഖേനയുള്ള ചില പ്രശ്നങ്ങൾക്കും സാധ്യത കാണുന്നു. പ്രണയബന്ധങ്ങളിൽ അനാവശ്യ ഇടപെടലുകളും വാക്പോരുകളും മൂലം പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നതാണ്. കലാസാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികച്ച അവസരങ്ങൾ കൈവരുന്നതിനും പല പുരസ്കാരങ്ങളും ലഭിക്കുന്നതിനും അവസരമുണ്ടാകുന്നതാണ്. വിട്ടുവീഴ്ചയില്ലാത്ത പ്രവർത്തനവും എടുത്തുചാടിയുള്ള പെരുമാറ്റവും കോപവും മൂലം കുടുംബാംഗങ്ങൾക്കിടയിലോ സുഹൃത്തുക്കൾക്കിടയിലോ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നതാണ്. തൊഴിൽ രംഗത്ത് ഉത്തരവാദിത്തരാഹിത്യം മൂലം ഏറ്റെടുത്ത കാര്യങ്ങൾ സമയബന്ധിതമായി ചെയ്തു തീർക്കാൻ ചിലപ്പോൾ സാധിക്കാതെ വന്നേക്കാം. ജാഗ്രത പുലർത്തുക. വീട്, വാഹനം മുതലായവ സ്വന്തമാക്കുന്നതിനുള്ള യോഗം കാണുന്നുണ്ട്. സർക്കാർ മേഖലയിൽ തൊഴിലിനായി പരിശ്രമിക്കുന്നവർ കുറച്ചുകൂടി ആത്മാർത്ഥമായി പഠനം നടത്തുന്നത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് വേഗം എത്തിച്ചേരുന്നതിന് സാധിക്കുന്നതാണ്. ധനം കടം കൊടുക്കുന്നതിനും കടം വാങ്ങുന്നതിനും ഈ വർഷം അത്ര കണ്ട് അനുയോജ്യമല്ല. സ്റ്റോക്ക് മാർക്കറ്റ് മുതലായവയിലുള്ള അശ്രദ്ധമായ ഇടപെടലുകൾ ചിലപ്പോൾ ധനനഷ്ടത്തിന് ഇടയാക്കിയേക്കാം. ജാഗ്രത പുലർത്തുക. ജലം, വൈദ്യുതി, നാൽക്കാലികൾ മുഖേനയുള്ള അപകടത്തിന് സാധ്യത കാണുന്നു. അല്പം ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും. അപ്പോൾ രേവതി നക്ഷത്രക്കാരി, നിങ്ങളുടെ 2025 വർഷത്തെ ഒരു സാമാന്യ ഫലമാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവയിൽ നല്ല ഫലങ്ങളും മോശം ഫലങ്ങളും പരാമർശിച്ചിട്ടുണ്ട്. നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവേദ്യമാകുന്നതിനും ദോഷകാര്യങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നതിനുമായി ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനായി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസ സമർപ്പണം നടത്തുന്നതും ശിവക്ഷേത്രത്തിൽ മുൻവിളക്ക്, പിൻവിളക്ക് എന്നിവ തെളിയിക്കുന്നതും ജലധാര, കൂവളമാല എന്നിവ സമർപ്പിക്കുന്നതും ഗണപതിക്ക് നാളികേരമുടയ്ക്കുന്നതും കറുകമാല സമർപ്പിക്കുന്നതും ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതും ശാസ്താവിന് അഷ്ടോത്തരാർച്ചന കഴിപ്പിക്കുന്നതും ഗുണകരമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയിലൂടെ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. കൃഷ്ണ, ഗുരുവായൂരപ്പ, ഏവർക്കും നന്മകൾ വരട്ടെ.